18ാമത് ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇരു മുന്നണികളും മുൾമുനയിൽ തന്നെയാണ്. കേവല ഭൂരിപക്ഷം പിന്നിട്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും പരാജയ ഭീതിയിലും അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു നാണക്കേടിലുമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യ മുന്നണി വിജയാഹ്ലാദത്തിലുമാണ്. ഈ ഒരു നിമിഷം നമ്മളോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ഫാദർ റോബി കണ്ണഞ്ചിറ CMI അച്ഛനാണ്. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛാ, പ്രതീക്ഷിച്ച ഒരു വിജയം BJP മുന്നണി നേതൃത്വം കൊടുക്കുന്ന NDAക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അതാണ് നമുക്കിപ്പോൾ അവസാനമായി കാണുന്ന ചിത്രത്തിലുള്ളത്. ഈ മോദി ഗ്യാരണ്ടിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസം പോയതാണോ ഇതിന് കാരണം? മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നൽകിയ ഗ്യാരണ്ടികളിൽ ഇന്ത്യൻ ജനത മുഴുവൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടില്ല എന്നാണ് പ്രഥമ ദൃഷ്ട്യ നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം നരേന്ദ്രമോദിജി നേതൃത്വം നൽകിയ രണ്ട് ഭരണ സംവിധാനങ്ങൾ, രണ്ട് പ്രാവശ്യത്തെ ഗവൺമെന്റ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ മുഴുവൻ വിജയിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം 400 സീറ്റ് നേടിയാൽ ഉടനെ അവർ ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതും എന്ന ഒരു സങ്കല്പം, ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ പരക്കാൻ ഇടയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിലെ സെക്കുലർ എന്ന വാക്ക് തന്നെ എടുത്ത് കളയും എന്നൊക്കെ ഉള്ള പരാമർശങ്ങൾ വന്നപ്പോൾ ഭാരതത്തെ ജനാധിപത്യ രാജ്യമായി കാണുവാൻ ആഗ്രഹിക്കുകയും ആ ജനാധിപത്യ സംവിധാനം ഭാരതത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ നിഷ്പക്ഷരായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ ആകുലതയോടെയാണ് അത്തരത്തിലുള്ള കാഴ്ചകളെ കണ്ടത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങൾ ഒരു സ്പിരിച്വൽ വാല്യൂസ് പോലെ കരുതി ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും ദേശീയതയ്ക്ക് വേണ്ടിയും നിലകൊണ്ടിട്ടുള്ള കത്തോലിക്ക സഭ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങളെ അല്പം ആശങ്കയോടെയാണ് കണ്ടത്. അതിന് തുടർച്ചയിൽ പല സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വന്ന പലതരത്തിലുള്ള പീഡനങ്ങൾ, അതെല്ലാം ഇതിനോട് ചേർന്ന് കൂട്ടി വായിക്കുവാനിടയായി. പലതിനും കാരണം വ്യത്യസ്തമാണെങ്കിലും, പലതിൻ്റെയും കാരണം വ്യത്യസ്തമായിരുന്നു എങ്കിലും അതെല്ലാം ഇതിനോട് കൂട്ടി വായിക്കുവാനിടയായി. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിൾ തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് പ്രയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമുക്കറിയാം. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ all its citizens justice, liberty, equality and fraternity. Justice എന്തൊക്കെ ജസ്റ്റിസ് ആണ്? സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ലിബർട്ടി, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. Equality of status and opportunity. And to promote among them all fraternity assuring the dignity of the individual and the unity and integrity of the nation. നമ്മുടെ പ്രയാമ്പിളാണ്. ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ പ്രത്യേകിച്ചും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും അല്പം ഒരു തരത്തിലൊരു മതമൗലികവാദത്തിന്റെ ചൊവ്വയോടുകൂടി വന്നപ്പോൾ ഭാരതത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ ആശങ്കപ്പെട്ടു എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നാവുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭാരതത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും ജാതിഭേദമന്യേ തുല്യത വാഗ്ദാനം ചെയ്യുന്ന ഭരണഘടനയ്ക്ക് ദോഷം വരുന്നു എന്ന ഒരു ആശങ്ക ഒരു കാരണവശാലും ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വെച്ചു പുലർത്താൻ പറ്റുന്നതല്ല. അതിനെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിനോട് മാത്രമേ ജനങ്ങൾ എന്ന് ചേർന്ന് നിൽക്കുകയുള്ളൂ, അത് ആരാണെങ്കിലും. കാരണം ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആരാണെങ്കിലും,
അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി വന്നാലും അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് എല്ലാ മതങ്ങൾക്കും തുല്യമായ വളർച്ചയും അവകാശവും ഒക്കെ സാധ്യമാകുന്ന ഇടങ്ങളിൽ അത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കിയാൽ പോലും അത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പ്രത്യേകിച്ച് മത സൗഹാർദ്ദത്തിനും ഒക്കെ നൽകുന്ന സംഭാവനകൾ എത്രയോ മികച്ചതാണ്. വർഷങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, സാമൂഹ്യ സേവന രംഗങ്ങളിലൂടെ, ആതുരാലയങ്ങളിലൂടെ ജാതിഭേദമന്യേ ഒരാളെയും ജാതി തിരിച്ച് നമ്മുടെ ആതുരാലയങ്ങളിൽ നമ്മൾ ചികിത്സ നടത്തുന്നില്ല, ജാതി തിരിച്ച് വിദ്യാലയങ്ങളിൽ ഇരുത്തുന്നില്ല. എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ പലരും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. കത്തോലിക്കർക്ക് തന്നെ ഭാരതത്തിൽ ഏതാണ്ട് 17,800 പരം സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുണ്ട്. ക്രൈസ്തവർക്ക് മുഴുവനാണ് 50,000-ന് മുകളിലുണ്ടെന്നാണ് കണക്ക്. അത് ഇത്തരത്തിൽ സെക്കുലർ വിദ്യാഭ്യാസം, ഭാരതത്തിന്റെ നാഷണൽ ഇന്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സെക്കുലർ വിദ്യാഭ്യാസം നൽകുന്ന ഭാരതത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പോലും പല കാരണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുകയും ആതുരാലയങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി, തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി ഒക്കെ സ്ഥാപിതമായിരിക്കുന്ന സ്ഥാപനങ്ങൾ പോലും നിയമത്തിന്റെ ഊരാക്കുരുക്കിൽപ്പെടുത്തി അങ്ങനെയുള്ള നിഷ്കാമകർമ്മം ചെയ്യുന്ന സന്യാസിനികളെയും പുരോഹിതരെയും ഒക്കെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ പിടിച്ചിടുന്ന ഒരു സംവിധാനത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ സഭ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇലക്ഷന് മുമ്പ്. അതൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും ഒക്കെ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും യുപിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഇലക്ഷന്റെ ഈ ഒരു റിസൾട്ടിനെ ആ രീതിയിൽ കാണുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അനാവശ്യമായ ഭീതി പരത്തുന്നു. ക്രൈസ്തവ സഭ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുഡ് വില്ല് മനസ്സിലാക്കാതെ, അതിന് നന്മ മനസ്സ് മനസ്സിലാക്കാതെ അനാവശ്യമായ ഭീതി പരത്തുന്ന രീതിയിലുള്ള ചില സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഭാരതത്തിൽ ക്രൈസ്തവരെ മാത്രമല്ല, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ഒട്ടനവധി ആളുകളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഭാരതത്തിലെ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലെ നന്മ മനസ്സാഗ്രഹിക്കുന്ന, മനുഷ്യ നന്മയെ ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി അത്തരത്തിൽ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം തകരാറിലാകുന്നുവോ എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഓക്കെ, അച്ഛാ, ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞെട്ടിച്ചത് ഈ ഉത്തർപ്രദേശിൽ ഇപ്പം ഹിന്ദി ഹൃദയ ഭൂമികളിൽ BJPക്ക് ഉണ്ടായ ഒരു പിന്നോക്ക അവസ്ഥയാണ്. ഉത്തർപ്രദേശിൽ അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രമാത്രം സീറ്റുകൾ അവിടെ കുറയുമെന്നുള്ളത്. അതിന് കാരണം എന്തായിരിക്കും? അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം UPയിലെയും മറ്റും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ ഭരണകക്ഷിയായിട്ടുള്ള BJP പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. അത് പല കാരണങ്ങൾ അതിന് ഉണ്ടാകാം, എങ്കിലും അതായിരിക്കണം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനിപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അവിടെ ഒരു സീറ്റ് പോലും ലഭിക്കാതെ പിന്നിലേക്ക് പോകുന്നൊരവസ്ഥ. BJPക്ക് 7 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഈ അവസ്ഥയ്ക്ക് കാരണം ആം ആദ്മിയുടെ പിന്നിൽ? ആം ആദ്മി പാർട്ടി വളരെ ജനകീയമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വിജയത്തിന് അനുബന്ധമാകുന്ന രീതിയിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളെ ഇവിടെ ഒരു വ്യക്തിത്വം തന്നെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ വിശ്വാസ്യത ഉറപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ BJPക്ക് കഴിഞ്ഞു എന്നാണ് ഒരു കാരണം. ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തിയത്
ജനം കാണാതിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതോടൊപ്പം രാജ്യസഭാ MP ആയിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു വനിതാ മെമ്പറിനെതിരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ PS തന്നെ നടത്തി എന്ന് ആരോപിക്കുന്ന ആക്രമണം അത് ജനങ്ങളെ ഒരു പരിധി വരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പോലീസാണ് ഡൽഹി ഭരിക്കുന്നത്, ഡൽഹിയിലുള്ളത്. ഡൽഹി ഗവൺമെന്റിന് ഈ പോലീസിങ്ങിൽ യാതൊരു സ്വാധീനവുമില്ല. അതുപോലെ തന്നെ പലതരത്തിൽ ഈ സിങ്കിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രവും ഡൽഹിയിലുള്ള ഗവൺമെന്റും തമ്മിൽ പലതരത്തിലുള്ള ഒരു ഐക്യം പല മേഖലയിൽ സാധ്യമാകേണ്ടതും നടന്നിട്ടില്ല. അപ്പം അത് ഈ അടുത്ത നാളിൽ ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടിയെയും ഒക്കെ പല കേസിൽ പെടുത്തി അകത്താക്കി അവതരിപ്പിച്ച രീതി അത് ജനങ്ങൾക്ക് ഒരു പരിധിവരെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ രാഷ്ട്രീയ പരിചയത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന അവസ്ഥയാണോ നമ്മളിപ്പോൾ ഒരു സീറ്റ് കൊണ്ട് LDFന് ലഭിച്ച ഈ ഒരൊറ്റ സീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് എന്നെ പോലെ തന്നെ സാധാരണക്കാരായ ഏതൊരു മലയാളികൾക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. കാരണം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ജനകീയമായ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് അതിന് തിരിച്ചറിവ് അത് തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ജനം വിധി എഴുതിയത്. അല്ലെങ്കിൽ അതിൻ്റെ ആദർശങ്ങൾക്കൊത്ത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങൾക്കൊത്ത് ജീവിക്കുവാനോ അതിനനുസരിച്ച് ജനങ്ങളെ സേവിക്കുവാനോ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ എല്ലാവരും തുല്യമായ നീതി ഉറപ്പാക്കുവാനും ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ കൂടിയാണ്. ഒരുപക്ഷെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ CPMന് ഒരു തരത്തിലും ഗുണകരമായ വ്യക്തമായ സൂചന തന്നെയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് അനുകൂലമായി ഒരു ഗവൺമെന്റ് മാറുന്നു എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ വിദ്വേഷത്തിന് കാരണമാകുന്നു എന്നാണ് എൻ്റെ സൂചന. ഇന്നത്തെ ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ടും അത് തന്നെയാണ് കാണിക്കുന്നത്. തൃശ്ശൂരുള്ള സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ഈ വിജയവും ഇത് തന്നെയാണല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു വ്യക്തി പ്രാഭവത്തിന് അതിൻ്റെതായ ഒരു പ്രസക്തി, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വോട്ടുകൾ നേടുവാനായിട്ട് അത് സാധിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളും ജനങ്ങളിൽ ഒരുപക്ഷെ ചെറിയ വിശ്വാസം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഈ കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിനോടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തൃശ്ശൂരിലും ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം അത്രയും ഭീകരമായ ഒരു ഭൂരിപക്ഷം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതിയിരുന്നില്ല. ആ ഭൂരിപക്ഷം നേടുവാൻ BJPക്ക് തനിച്ച് കഴിയുന്നതല്ല. അതിനകത്ത് ഭരിക്കുന്ന പാർട്ടിയുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ ഒക്കെ വോട്ടുകൾ ചോർന്നിട്ടുണ്ടാകാം എന്നതും ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസിയായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ സാധാരണക്കാരെ പോലെ തന്നെ എനിക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഒരു പക്ഷേ തോറ്റിട്ട് പോലും സുരേഷ് ഗോപി ആ മണ്ഡലത്തില്, തൃശ്ശൂർ മണ്ഡലത്തില് സജീവമായിരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഒരു BJP എന്ന പാർട്ടിക്ക് ഉപരിയായിട്ട് ഒരു വ്യക്തിക്കും കൂടി ലഭിച്ച ഒരു വിജയമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന് ലഭിച്ച വിജയം കൂടിയുമായി നമുക്കത് കാണാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ കൂടുതൽ മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ഒരു നല്ല നടൻ എന്നതിനപ്പുറത്ത് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് 2008 എന്ന് ഞാൻ കരുതുന്നു. അക്ഷര, അനന്തു എന്ന് പറയുന്ന 2 കുട്ടികൾ
അഞ്ചിലും ആറിലും പഠിക്കുന്ന അല്ലെങ്കിൽ 5ലോ 4ലോ പഠിക്കുന്ന 2 കുട്ടികൾ കേരളത്തിലെ ഒരു സ്കൂളിൽ നിന്നും ജന്മനാ HIV ബാധിതരാണ് എന്നതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അദ്ദേഹം നേരിട്ട് ഇടപെട്ട കുട്ടികളെ വീണ്ടും ആ സ്കൂളിൽ പ്രവേശിപ്പിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഒരു ജനകീയനായ ഒരു സിനിമയ്ക്കപ്പുറത്ത് ഒരു മാനവികതയെ ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോടൊപ്പം ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു കാഴ്ചയിൽ തന്നെയാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഇടുക്കി കത്തോലിക്ക സഭയിലെ തന്നെ കർമ്മലിത്ത സന്യാസിനി സമൂഹത്തിലെ CMC സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ചൈതന്യ CMC +2 പെർമനന്റ് പോസ്റ്റ് റിസൈൻ ചെയ്തിട്ട് ഈ HIV കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ജീവിതം മാറ്റിവെക്കുന്നത് ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷമാണ്. അത് സുരേഷ് ഗോപിയോട് പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ സിസ്റ്റർ ഈ ഒരു വാർത്ത പത്രത്തിൽ വന്നപ്പോഴാണ് HIV കുഞ്ഞുങ്ങൾ ഇത്രമാത്രം തിരസ്കൃതരാണല്ലോ, അവർക്ക് മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ ഈ ലോകത്ത് അവസരമുണ്ടല്ലോ എന്ന് കരുതി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചാടുന്നത്. അതിന്റെ തുടർച്ചയിലാണ് ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് പ്രൊഫസർ MK സാനു പ്രസിഡന്റും ശ്രീ ജോൺ പോൾ, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുള്ള ജോൺ പോൾ സാർ വൈസ് പ്രസിഡന്റും ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ അംഗങ്ങളുമായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകൃതമാകുന്നതും ഇന്ന് കേരളത്തിൽ 1000-ൽ താഴെ മാത്രം അംഗങ്ങളുണ്ട് എന്ന് പറയുന്ന ജന്മന HIV ബാധിതരായ കുഞ്ഞുങ്ങളിൽ ഏതാണ്ട് 300-400ഓളം കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ചാവറ ഇൻസ്പയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു വാർത്തയുടെ തുടർച്ചയിലാണ്. അപ്പോൾ ഞാനിത് പറയാൻ വളരെ കാഷ്വലായിട്ട് പറയാൻ കാരണം, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ മനുഷ്യസ്നേഹിയായ ഒരാൾ എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചേർത്ത് വായിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതും ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു ചോദനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അവസാനമായിട്ട് വെച്ചാൽ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു റിസൾട്ട് ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ളൊരു ജനങ്ങളുടെ മുന്നറിയിപ്പും കൂടിയല്ലേ? ചില ഏകാധിപത്യ പ്രവണതയ്ക്കും ചില ധിക്കാരങ്ങൾക്കുമെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ നമുക്ക് കണ്ടൂടെ? കാരണം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിലായാലും കേരളത്തിലെ പിതാക്കന്മാരും വൈദികരൊക്കെ തെരുവിലായിരുന്നു. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയും മലയോര കർഷകർക്കൊക്കെ വേണ്ടി അവർ തെരുവിലിറങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെയെല്ലാം ധിക്കരിച്ചും അല്ലെങ്കിൽ കണ്ണടച്ചും പോയ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. കേരളത്തിന്റെ പൊതു സമ്പത്ത് മുഴുവൻ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചും മറ്റ് പല രീതിയിലും കൊള്ളയടിക്കുന്നു എന്ന് പൊതുസമൂഹത്തെ സന്ദേഹിപ്പിക്കുന്ന രീതിയിൽ, സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും മറ്റു പല കടത്തുകളും ഇവിടെ വർദ്ധിച്ചു വന്നിട്ടുള്ള സമയത്തും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുവാനോ അവരെ ചേർത്ത് നിർത്തുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കുവാനോ കഴിയാതെ പോയ ഒരു ഗവൺമെന്റ് എരന്നു വാങ്ങിയ ദുരന്തമാണ് ഈ ഒരു ഇലക്ഷൻ ഫലം എന്ന് പറയേണ്ടി വരുന്നു. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ, എല്ലാ ന്യൂനപക്ഷങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ക്രൈസ്തവ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളുടെ മുഖ്യധാരയിലുള്ള സ്ഥാപനങ്ങളൊക്കെ, ഒട്ടേറെ സ്ഥാപനങ്ങളുള്ള ഈ ഒരു ക്രൈസ്തവ സഭയുടെ തന്നെ ഒരു മനസ്സോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ അച്ഛാ, അപ്പോൾ ഇത്ര നേരം ഞങ്ങളോടൊപ്പം അച്ഛൻ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി.